മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്നും മോഷ്ടിച്ചെടുത്ത ഓട്ടോറിക്ഷയിൽ കാമുകിയുമായി 21-കാരൻ പത്തനംതിട്ടയിലെത്തി. ഇവിടെ നിന്നും 2 ബൈക്കുകൾ കൂടി ഇയാൾ മോഷ്ടിച്ചു. പ്രതിയായ കുറ്റിപ്പുറം സ്വദേശിയായ അനന്തകൃഷ്ണനെ പോലീസ് പിന്നീട് പിടികൂടി. 28-ാം തീയതി വണ്ടി പോയത്. 28-ാം തീയതി വണ്ടി പോയപ്പോൾ അന്നേ ദിവസം തന്നെ രാത്രി അവിടെ വന്നു എന്ന് പറഞ്ഞു. ഏകദേശം ഞങ്ങൾ രൂപം വെച്ച് നോക്കുമ്പോൾ വേറെ ആരും അവിടെ നിന്ന് വണ്ടി എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഇല്ല. കാരണം 10-12 വർഷത്തോളമായി നമ്മൾ ആ പറമ്പിൽ വണ്ടി ഇടുന്നു. വേറെ ആരും വണ്ടി അവിടെ നിൽക്കാൻ ചാൻസും ഇല്ല. പരിചയമുള്ള ആൾക്കാരെല്ലാം നമുക്ക് കൊണ്ടുപോകും നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങളിങ്ങനെ വെറുതെ വന്നുകൊണ്ട് ഇങ്ങനെ കറങ്ങി നോക്കിയപ്പോൾ ഏകദേശം ഇവൻ്റെ രൂപമാണെന്ന് ഇങ്ങനെ പറഞ്ഞു കേട്ട്. അങ്ങനെ നമ്മളെ എന്താണ് ഇവിടെ വെച്ചിട്ട് പെട്രോൾ പമ്പിൽ വെച്ചിട്ട് എന്താ പമ്പിൻ്റെ പേര് ഡീസൽ അടിച്ചിട്ട് പൈസ കൊടുക്കാതെ പോയപ്പോൾ നമുക്ക് ക്യാമറ പതിഞ്ഞു. അപ്പോൾ എൻ്റെ നമ്പറിൽ ഇവിടുത്തെ സാറ് വിളിച്ചു. അനന്തകൃഷ്ണൻ എന്നാണ് അയാളുടെ പേര്. 21 വയസ്സ്. അയാൾ തൃപ്പാരൂർ കുറ്റിപ്പുറം സ്വദേശിയാണ്. അവിടെ വെച്ച് ഓൺലൈനായിട്ട് ഒരു കുട്ടിയെ പരിചയപ്പെട്ടിട്ട് ഇവിടെ വന്ന് അവരുമായിട്ട് പരിചയപ്പെട്ട് ഇവിടെ വന്ന് താമസിക്കുകയും അപ്പോൾ തുടർന്ന് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ഈ ഓട്ടോറിക്ഷ കുറ്റിപ്പുറത്തു നിന്ന് മോഷണം ചെയ്തൊരു ഓട്ടോറിക്ഷയാണ്. അതിനവിടെ ക്രൈം കേസുണ്ട്. അതിനെ തുടർന്ന് വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴാണ് ഇയാൾ ഇവിടുന്ന് തന്നെ വള്ളിക്കൂട് നിന്നൊരു ബൈക്ക് മോഷ്ടിച്ചിട്ടുള്ളതായിട്ടും അതുപോലെ തന്നെ അവിടുന്ന് ഈ കുറ്റിപ്പുറം തൃപ്പാരൂർ ഭാഗത്തു നിന്ന് നമുക്ക് ഇവിടുത്തെ തന്നെ ഒരു ബൈക്ക് റിക്കവർ ചെയ്യാൻ കഴിഞ്ഞു. സി കെ അബിലാലുണ്ട്. അബിലാൽ, അല്പം വിചിത്രമായ മോഷണമാണ്. എങ്ങനെയാണ് പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞത്? പ്രതീക്ഷ തുടക്കം മുതൽ ഒടുക്കം വരെ ട്വിസ്റ്റാണ്. ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ആരംഭം എന്നുള്ളത് മോഷണ സമക്കേസാണ്. എന്നാൽ ഒരാഴ്ച പിന്നിടുമ്പോൾ ആ കേസ് ചെന്നെത്തിയിരിക്കുന്നത് 3 വാഹന മോഷണ കേസുകളിലേക്ക് കൂടിയാണ്. സംഭവങ്ങളുടെ തുടക്കം, അന്വേഷണത്തെ തുടക്കം എന്നുള്ളത് മെയ് മാസം 30-ാം തീയതിയാണ്. അന്ന് പുലർച്ചെ 5:30 പത്തനംതിട്ട വാഴമുട്ടം സെൻറ്റ് ബെഹനാൻസ് പള്ളിയുടെ കുരിശടിയുടെ ചില്ല് തകർക്കപ്പെട്ടതായി കാണപ്പെടുന്നു. അങ്ങനെ പോലീസിൽ പരാതി ലഭിക്കുകയും പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിറങ്ങിയപ്പോൾ ഒരു ഓട്ടോറിക്ഷയിൽ വന്ന ആളാണ് ചില്ലുടച്ചതെന്ന് വ്യക്തമാകുന്നു. അങ്ങനെ പത്തനംതിട്ട പോലീസ് കൂടുതൽ മേഖലകളിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. അതേസമയം തന്നെ കുറ്റിപ്പുറത്ത് മെയ് മാസം 28-ാം തീയതി രാത്രി റോഡ് വക്കിൽ പാർക്ക് ചെയ്തിരുന്ന ഒരു ഓട്ടോറിക്ഷ മോഷണം പോവുകയാണ്. പരാതിയുമായി ഉടമ പോലീസിനെ സമീപിക്കുന്നു. അങ്ങനെ അന്വേഷണം തുടങ്ങിയ ഘട്ടത്തിൽ തൊട്ടടുത്ത ദിവസം 29-ാം തീയതി പെരുമ്പാവൂരിൽ നിന്ന് ഒരു ഇന്ധന പമ്പ് ഉടമ വാഹനത്തിൻ്റെ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെ വിളിക്കുകയാണ്. 700 രൂപയുടെ ഇന്ധനം നിറച്ച ശേഷം ഓട്ടോറിക്ഷ ഡ്രൈവർ പണം നൽകാതെ കടന്നുപോയി എന്ന് ഉള്ള സന്ദേശമാണ്. മലപ്പുറം കുറ്റിപ്പുറത്ത് നിന്ന് മോഷ്ടിച്ചെടുത്ത ഓട്ടോറിക്ഷയിൽ കാമുകിയുമായി 21-കാരൻ പത്തനംതിട്ടയിലെത്തി മോഷണങ്ങൾ നടത്തി പിടിയിലായി.